ഹലോ, ഇന്നത്തേത് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ മാത്രമായിട്ട് പോയൊരു ട്രിപ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മൂന്നാർ എല്ലാവരും കൂടി പോയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. കാര്യമായിട്ട് സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല, ഫുഡ് കഴിക്കൽ മാത്രം കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും കൂടിയിട്ട് പുറപ്പെട്ടിട്ടുള്ളത് രാത്രിയാണ് കേട്ടോ. നമ്മൾ 2 കാറിലായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇതാ യാത്ര തുടങ്ങുമ്പോഴത്തേനും എല്ലാവർക്കും വിശപ്പ് തുടങ്ങി. അപ്പോൾ നമ്മൾ കണ്ട ഒരു തട്ടുകടയിൽ കയറിയിട്ട് നല്ല ഓംലേറ്റും ചായ കുടിച്ചിട്ടാണ് കേട്ടോ പരിപാടി തുടങ്ങുന്നത്. അങ്ങനെ ഇതാ യാത്രയുടെ ഇടയിൽ ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് അതിനുശേഷം നമ്മൾ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വണ്ടി നിർത്തിയിരിക്കുകയാണ്. നേരെ പോയത് അവിടുന്ന് അടുത്തുള്ള ഒരു തട്ടുകടയ്ക്ക് തന്നെയാണ് കേട്ടോ. ഇവിടെ നല്ല പൊറാട്ടയും ബീഫും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അത് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോയ സമയത്ത് ചെറിയൊരു മഴ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ഓൾമോസ്റ്റ് മൂന്നാർ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഓവർനൈറ്റ് ഫുള്ള് ട്രാവൽ ചെയ്തതിന് ചെറിയൊരു ക്ഷീണത്തിലുമാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് സൈഡാക്കിയിട്ട് ചെറിയൊരു സ്പോട്ട് കണ്ടപ്പോൾ അവിടെ ഒന്ന് ഇറങ്ങി നോക്കാൻ നിർത്തിയിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഒരാൾ സൺസ്ക്രീൻ ഇടുന്നത് കണ്ടപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ മോട്ടിവേറ്റഡ് ആയിട്ട് എല്ലാവരും സൺസ്ക്രീൻ വാരി പൊത്തുന്നതാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കുറേ കോമഡികൾ നമ്മൾ ട്രിപ്പ് പോയാൽ നടക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അത് നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് മുറുക്കും ചിപ്സ് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ കൊടുത്തിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കണ തിരക്കിലാണ് പിന്നീട് കുറച്ച് നേരത്തെ കിട്ടും നമ്മൾ. അതൊക്കെ കഴിഞ്ഞ് വണ്ടി ഒന്ന് സൈഡാക്കി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ചോറ് കഴിക്കാൻ കയറിക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലല്ലോ, നമ്മൾ ഫുഡ് കഴിക്കൽ മാത്രം നടക്കുന്ന ഒരു പ്രത്യേക തരം ട്രിപ്പാണ് കേട്ടോ. എല്ലാവരും കുറച്ച് ടയേർഡാണ് നമ്മൾ ഓവർനൈറ്റ് ട്രാവൽ ചെയ്തതിൻ്റെ ഒക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ നമ്മൾ പ്രോപ്പർട്ടിക്കാണ് പോകുന്നത്. പ്രോപ്പർട്ടിയിൽ എത്തിയതിനു ശേഷം വെൽക്കം ഡ്രിങ്കും കുറച്ച് സ്നാക്സ് ഐറ്റംസൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. നമ്മളെ പ്രോപ്പർട്ടിയും റൂമും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഇനി കാണിച്ചു തരാവേ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ. ഇത് 2 പേർക്ക്, അതായത് ഒരു കപ്പിളിനുള്ള റൂമാണ്. അത്യാവശ്യം വലുപ്പമുണ്ട്. പിന്നെ 2 ടോയ്ലറ്റും ഒരു ബാൽക്കണിയും ഒരു റൂം, ഹാള്, അങ്ങനെ അത്യാവശ്യം വലിയ ഒരു റൂം തന്നെയാണ് കേട്ടോ. നല്ല രസമുള്ള ഒരു ക്ലീൻ ആയിട്ട് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഫ്രഷ്നപ്പ് ആയിട്ട് നമ്മൾ നേരെ പൂളിൽ ഇറങ്ങാൻ കരുതിയിട്ടാണ്. അതിന് മുൻപ് അവിടുന്ന് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്ന സ്നാക്സ് ഒന്നും വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും കഴിക്കുന്ന തിരക്കിലാണ് പിന്നീട് കുറച്ച് നേരം. അങ്ങനെ നല്ല തണുപ്പുണ്ടായിരുന്നു ഈ സമയത്ത്, ഇറങ്ങാൻ പറ്റാത്ത അത്ര തണുപ്പ്. അങ്ങനെ ഫ്രണ്ടിനൊക്കെ വെള്ളത്തിലേക്ക് വലിച്ചിടുന്ന തിരക്കിലാണ് നമ്മൾ ബാക്കിയുള്ള അംഗങ്ങൾ കേട്ടോ. അങ്ങനെ അത്യാവശ്യം നേരം അവിടെ നടന്ന് പിന്നെ സൺസെറ്റിൻ്റെ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് നടന്ന് കാണാൻ അത്യാവശ്യം ഏരിയയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇതിൻ്റെ പുറത്ത്. പിന്നെ നമ്മളിതാ അകത്ത് കുറച്ച് ഇൻഡോർ ഗെയിംസൊക്കെ ഇവരിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതൊക്കെ കളിച്ച് പിന്നെ ലൂഡോ ഒക്കെ കളിക്കുന്ന തിരക്കിലായിരുന്നു രാത്രി കുറച്ച് നേരം കേട്ടോ. പിന്നെ ചെറിയൊരു ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ ചെറുതായി ഒന്ന് മറന്നു പോയിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ നേരം എല്ലാവരും കൂടി അതൊക്കെ പറഞ്ഞിരുന്നിട്ട് നമ്മൾ നേരെ കിടന്നുറങ്ങി.
രാവിലെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ് പിന്നെ എണീക്കണത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഇതാ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, പക്ഷേ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഒന്നും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാണാൻ നല്ല മൊഞ്ചൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഫുഡ് നല്ല മോശമായിരുന്നു കേട്ടോ. ഒട്ടും ടേസ്റ്റായിട്ട് ആർക്കും തോന്നിയില്ല. എല്ലാവരും ഇത് തന്നെ സെയിം അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് കിട്ടിയതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചെക്കൗട്ടിൻ്റെ ടൈമാണ്. അപ്പോൾ ചെക്കൗട്ടിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചു പോകാമെന്നാണ് കരുതുന്നത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വേറൊരു സ്പോട്ടിലേക്ക് പോകാൻ നോക്കിയപ്പോൾ ഭയങ്കര തിരക്ക്. അപ്പോൾ എല്ലാവർക്കും ബോറടിച്ചപ്പോൾ നമ്മൾ നേരെ തിരിച്ച് ഒരു കടയിൽ കയറിയിട്ടാ ചായ കുടിക്കാനും. പിന്നെ നല്ല രസമുള്ളൊരു ഷോപ്പായിരുന്നു. ഇവിടുന്ന് കുറച്ച് ഉപ്പിലിട്ടതും മാങ്ങ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിക്കുകയാണ് കേട്ടോ. നല്ലൊരു വൈബുള്ള ഒരു ചേച്ചിയുടെ കടയാണ്. ഇവിടുന്ന് നമ്മൾ ചൂട് ചായയും പിന്നെ അതുപോലെ നല്ലൊരു മാഗിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ രാത്രി തിരിച്ച് വീടെത്തുന്നതിന് മുൻപ് വേറൊരു കടയിൽ കയറി. അവിടെ നിന്ന് ഓരോ ചായക്കകത്താക്കി. അങ്ങനെ ഇതാ വീട്ടിലെത്തിയതിന് ശേഷം എൻ്റെ ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ നമ്മൾ എത്തിയതിൻ്റെ അടുത്ത ദിവസം തന്നെ. അപ്പോൾ എല്ലാവരും കൂടി കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതോടുകൂടി നമ്മൾ പരിപാടി അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ് കേട്ടോ.